ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്യാബേജ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പക്കവടയാണ് കാണിക്കുന്നത്. ക്യാബേജ് കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. തീരെ ചെറുതായിട്ട് കൊത്തിയരിയണ്ട. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായി കൊത്തിയരിഞ്ഞത്, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ചേർക്കാനുള്ളത് അയമോദകമാണ്. അയമോദകം നമ്മൾ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ ക്യാബേജ് ചിലർക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ഈ അയമോദകം ചേർക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ആ വിഷയം ഉണ്ടാകത്തില്ല. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയോ റവയോ ചേർത്ത് കൊടുക്കാം. അത് നല്ല ക്രിസ്പായിട്ട് പക്കവട നല്ല ക്രിസ്പായി കിട്ടാൻ വേണ്ടിയാണ്. അരിപ്പൊടി ആണെങ്കിലും മതി. ഞാനിവിടെ റവയാണ് ചേർക്കുന്നത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. നമ്മൾ ആദ്യം കുറച്ചൊഴിച്ച് അത് മിക്സ് ചെയ്ത് നോക്കണം. ഒരു കുഴമ്പ് പരുവത്തിന് കിട്ടണം. ഒരുപാട് വെള്ളമായി പോകരുത്, ലൂസായി പോകരുത്. ലൂസായി പോയാൽ അത് പക്കവട ശരിയാവത്തില്ല. വെള്ളം പാകത്തിനൊഴിച്ച് ഈ പരുവത്തിൽ അതൊരു കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കണം. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ കുറേശ്ശെ നമ്മൾക്കതിലേക്കിട്ട്, പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾക്കത് മറിച്ചും തിരിച്ചുമിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റുള്ളൊരു പക്കവടയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മളുടെ വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന, എന്നാൽ ഏറ്റവും അധികം ടേസ്റ്റുള്ള ഒരു പക്കവടയാണ്. സോസുമായിട്ട് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ കാണും വരെ ബൈ.